എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു പൊളി എപ്പിസോഡാണ്. നമുക്ക് നേരെ നടക്കാം ഗൈസ് നമ്മളെ ആരോ വിളിക്കുന്നുണ്ട്. ഹലോ മൈക്കിളെ, എന്താണ്? എടാ ഫ്രാങ്ക്ലീനെ, ഇവിടെ അടുത്തൊരു ടാസ്ക് നടക്കുന്നുണ്ട്, നീ വരുന്നോ? ജയിച്ചാൽ ഒരു ജീവവാഗണും പിന്നെ ഒരു പട്ടിയേയും കിട്ടും. പിന്നെ നീ ഭയങ്കര പ്രശസ്തനും ആവും. പിന്നെ നീ കോടീശ്വരനും ആവും, എല്ലാം ആവും. മൈക്കിളെ, നീ ചുമ്മാ ഒരു ഉടായ്പൊക്കെ ഇറക്കിക്കൊണ്ട് വന്നേക്കോ മൈക്കിള് കള്ളൻ. മൈക്കിള് പറഞ്ഞ് ഇവിടെ അടുത്തൊരു റൈഡ് നടക്കുന്നുണ്ടെന്ന്. അത് ഈ വിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു നായയും പിന്നെ നമ്മുടെ ജീവവാഗണുമാണ് ഗെയ്സ്. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന നമ്മുടെ മോഡിഫൈഡ് താറാണ് ഗെയ്സ്. ഇത് എൻ്റെ അല്ല ഗൈസ്, ഡസ്റ്ററിൻ്റെ ആണ് ഗെയ്സ്. മോഡിഫൈഡ് താറാണ്. ഇങ്ങനെ നമ്മൾ വണ്ടി നൈസായിട്ട് കയറുകയാണ് മച്ചാന്മാരെ. ഇനി നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് വിടാം മച്ചാന്മാരെ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ല. നമുക്ക് നേരെ പോവാം, വണ്ടി എടുത്ത് നമുക്ക് പോവാം ഗെയ്സ് ആ ലൊക്കേഷനിലോട്ട്. ഇതാണ് ആ ലൊക്കേഷൻ. നമുക്ക് പെട്ടെന്ന് കയറി പോവാം മണ്ടയ്ക്കോട്ട് ഗെയ്സ്. ഇത് ഫിനിഷിംഗ് പോയിൻ്റ് എന്നാണ് തോന്നുന്നത് ഗൈസ്. എവിടെയാണ് ഈ ടാസ്ക് തുടങ്ങുന്ന ഇങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട് ഗൈസ്. ഇത് കയറാൻ പാടാണ് ഗൈസ്. ഇത് ഫിനിഷിംഗ് പോയിൻ്റ് ആണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇനി എന്ത് ചെയ്യും നമ്മൾ? പണി പാളി ഗൈസ്. ഇനി എന്തോ ചെയ്യും ഗൈസ്? ഇനി നമുക്ക് ആൾക്കാരെ വിളിച്ചു ചോദിക്കാം ഗൈസ്. നമുക്ക് നേരെ അവരെ വിളിക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഗൈസ്. അവരിപ്പോൾ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് അയക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോകാമെന്നാണ് അവർ പറയുന്നത് ഗൈസ്. അങ്ങനെ അവർ ഇതാ ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഓൺലൈൻ വഴിയാണ് ഹെലികോപ്റ്റർ അയക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ഡയൽ ചെയ്ത് ഹെലികോപ്റ്റർ വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ സ്റ്റണ്ടിന് പോകാം ഗൈസ്. ഇനി നമുക്ക് മേളിലോട്ടാണ് കയറേണ്ടത്. അതൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്. നമുക്ക് പറപ്പിച്ച് മേളിലോട്ട് പോകേണ്ട വർക്ക് തുടങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ മേളിലോട്ട് പോവാണ്. നമുക്ക് നേരെ മേളിലോട്ട് പോവാം മച്ചാന്മാരെ. അങ്ങനെ നമ്മൾ മേളിലോട്ട് പറന്ന് നമ്മളൊരു പറവയെ പോലെ പറന്ന് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പറന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇതാ വീണിട്ടുണ്ട് ഗൈസ്. അയ്യോ, എനിക്ക് പരിക്ക് പറ്റിയേ. ഗെയ്സ് അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊക്കെ പരിക്ക് പറ്റി ഗെയ്സ്. അങ്ങനെ നമ്മൾ പിന്നെ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്. നമുക്ക് നേരെ ബൈക്ക് എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മളൊരു സെറ്റ് ബൈക്ക് അങ്ങ് എടുക്കുവാണ് ഗെയ്സ്. നമുക്ക് നേരെ ഒരു സെറ്റ് ബൈക്ക് എടുക്കാം ഗൈസ്. കച്ചറ ബൈക്ക് വല്ലതും കിട്ടുമോ നോക്കട്ടെ ഗൈസ്. അയ്യോ ഗൈസ്, കച്ചറ ബൈക്ക് കിട്ടുന്നില്ല ഗൈസ്. നമ്മൾ പ്ലഗിങ് ചെയ്തില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമുക്ക് പ്ലഗിങ് ഇല്ലാത്തൊരു ബൈക്ക് എടുക്കാം ഗൈസ്. ഓ എടാ പൊട്ട, ഇതല്ല. ഓ ഗൈസ്, ഏതോ വേറെ വണ്ടിയാണ് വന്നിരിക്കുന്നത് ഗൈസ്. നമ്മൾ ബൈക്ക് എടുക്കാൻ ശ്രമിക്കാം ഗൈസ്. അതിൻ്റെ കോഡ് 40 ഗൈസ്. 400 കോഡ്. ഗൈസ് നമ്മുടെ ആ ബൈക്ക് അങ്ങ് പറന്നു മേളിപ്പോയിട്ടുണ്ട് ഗൈസ്. ഇരിക്കുന്നു കൊമ്പത്ത് ആ ബൈക്ക് ഗൈസ്. ഇനി നമുക്ക് നേരെ ബൈക്ക് എടുത്ത് തിരിച്ചു തുടങ്ങാം ഗൈസ്. ഈ ബൈക്ക് തിരിക്കാൻ ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. ഇവിടുന്നാണ് വീണു പോയാൽ പിന്നെ പണി പാളി ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ പറപ്പിച്ച് പോകണം ഗൈസ്. അയ്യോ ഓമൈ ഗൈസ്, നമ്മൾ പോവുകയാണ് അമ്മച്ചി. അയ്യോ തിറച്ച് വീഴുകൂടാ. ഇതെന്തൊരു കഷ്ടമാണ് ഗൈസ്. ഭയങ്കര തപ്പാണ് ഗൈസ്. ഒരു ചക്രമൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത് ഗൈസ്. ഇതെന്തിനാണെന്ന് അറിയത്തില്ല ഗൈസ്. എനിക്കറിയത്തില്ല. മുള്ളൻ ചക്രമൊക്കെയാണ് ഗൈസ്. നമ്മൾ വീണിട്ടൊക്കെ തിരിച്ചെത്തി ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ബൈക്ക് എടുത്ത് നേരെ പിന്നെയും പോവുകയാണ് ഗൈസ്. പിന്നെയും ശ്രമിക്കണം ഗൈസ്. ഞാൻ അങ്ങനെ പരാജയപ്പെടത്തില്ല ഗൈസ്. പിന്നെയും ശ്രമിച്ച് ഗൈസ്. പിന്നെ ആ പാനി കുരുങ്ങിയിട്ട് താഴോട്ട് വീഴുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പാനി കുരുങ്ങി പിന്നെയും ഡെഡായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെയും പുനർജനിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പറപ്പിച്ച് നമ്മുടെ താറും കൊണ്ട് പോകാം ഗൈസ്. മോഡിഫൈഡ് താറ് ഗൈസ്. ഈ താറാണെങ്കിൽ മറിഞ്ഞ് കുന്ത കുത്തി പോവുകയാണ് ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. ബോൾ പോലെ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയെങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റും. അയ്യോ ഗൈസ്, നമ്മൾ അറ്റത്തെത്തി വീണ്. അയ്യോ എൻ്റെ അമ്മച്ചിയെ ഗൈസ്. അങ്ങനെ നമ്മൾ വീണിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇന്ത്യൻ ബൈക്ക് നമ്മൾ നേരെ ഓപ്പൺ ചെയ്തു പിന്നെയും കളിക്കുവാണ് ഗൈസ്. പിന്നെ ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് ജയിച്ചില്ലെങ്കിൽ പിന്നെ നാട്ടുകാരൊക്കെ കളിയാക്കും ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. നമുക്ക് നേരെ പെട്ടെന്ന് പോയേക്കും ഗൈസ്. ലോസ് ആഞ്ചലസ് സിറ്റിയിലുള്ളവരെല്ലാം കളിയാക്കും, നീ എന്തും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഫ്രാങ്ക്ലീനെ എന്ന് പറഞ്ഞ്. നമ്മളെ എല്ലാവർക്കും പേടിയാണ് ഫ്രാങ്ക്ലീനെന്ന് കേട്ടാൽ തന്നെ ഗൈസ്. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ മറിഞ്ഞ് വീഴുന്നു ഗൈസ്. അയ്യോ ഡെഡായി ഗൈസ്. ഇനി നമുക്ക് കുതിരക്കുഞ്ഞിനെ എടുക്കാം ഗൈസ്. കുതിരക്കുഞ്ഞാകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റും ഗൈസ്. അതാണ് ഈ കുതിരക്കുഞ്ഞുങ്ങളുടെ പ്രത്യേകത ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ കുതിരക്കുഞ്ഞിനെയും കൊണ്ട് പോയേക്കാം ഗൈസ്. ഇതെന്തോ യൂണിക്കോണോ പറക്കുന്ന ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല ഗൈസ്.
കുതിര വല്ലാതെ പറന്നു പോകുന്നുണ്ട് ഗൈസ്. ഇതേതോ മായാവി പിടിച്ച കുതിരയാണെന്നാണ് തോന്നുന്നത്, ചാത്തൻ കുതിര ഗൈസ്. എന്തൊരു കഷ്ടോ കുതിരയെ, ഒന്ന് പയ്യപ്പോടെ എന്തും ഇങ്ങനെ ചാത്തൻ കയറിയോളെ പറന്നു പോകണം ഗൈസ്. ഞാൻ കണ്ടിട്ട് ലുട്ടാപ്പി കുന്തത്തിൽ കയറി പോകുന്ന പോലെ ഉണ്ട്. അയ്യോ അമ്മച്ചി, പിന്നെ ഫാനോ, എടാ കുതിരയെ ഫാനിയൊന്നും തട്ടല്. അയ്യോ ഗൈസ്, നമ്മളങ്ങനെ താഴോട്ട് പോകണം ഗൈസ്. അയ്യോ എടാ കുതിര, എന്തോ നീ ഇങ്ങനെ കാണിക്കുന്നത്, എന്തൊരു കഷ്ടം ഗൈസ്. നമ്മളങ്ങനെ തിരിച്ചെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ജിയു വാഗണും പിന്നെ നമ്മുടെ പട്ടിക്കുട്ടിയും കിട്ടും ഗൈസ്. ഇതാണ് ജിയു വാഗൺ, അടിപൊളി വെഹിക്കിളല്ലേ ഗൈസ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ. പിന്നെ നമുക്കൊരു നായയും കിട്ടി ഗൈസ്. അടിപൊളിയായി ഗൈസ് നമ്മുടെ ജീവിതം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോ ഇനി നമ്മൾ എന്നും ഇടാൻ ശ്രമിക്കുന്നതാണ്. ബൈ ബൈ ഗൈസ്. ഇത്രയേ ഉള്ളൂ. ബൈ.